ഞാൻ നിങ്ങൾ വിളിക്കുന്ന മടിയൻ. മടിയൻ മല ചുമക്കുമെന്നാണല്ലോ പഴമൊഴി. ശരിയാണ്, ഞാൻ ചുമന്ന മലയും അതിനാൽ എനിക്ക് ലഭിച്ച മാന്യതയുമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ പോലെയല്ല, എന്നെ മെനഞ്ഞവൻ എനിക്കൊരു കുളമ്പും അയവറുക്കാനുള്ള ശേഷിയും തന്നിട്ടില്ല. എന്റെ കുറവ് കണ്ടിട്ടാവണം മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഒരു പരിഗണനയും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്കതിൽ പരിഭവമില്ല. ഞാൻ ചെയ്ത പാപം എന്താന്ന് എനിക്കറിയില്ല. യഹൂദന്മാർ എന്നെ അശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് സ്വയം വഴിതെറ്റാതെ സഞ്ചരിക്കുവാനോ വിവേകത്തോടെ കാര്യങ്ങളെ ഗ്രഹിക്കുവാനോ എനിക്ക് കഴിവില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലോ വലിയ ചെവിയുള്ള എനിക്ക് 60 മൈലുകൾ ദൂരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം. സൗന്ദര്യവർദ്ധനവിന്റെ കാര്യത്തില് ഞാനൊട്ടും പിന്നിലല്ല. ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്ര ഞങ്ങളിൽ 700 പേരുടെ പാൽ ഉപയോഗിച്ചായിരുന്നു പ്രതിദിനവും കുളിച്ചിരുന്നത്. അനേകർ എന്റെ പാൽ സൗന്ദര്യവർദ്ധനവിന് ഉപയോഗിക്കുന്നുണ്ട്. സൗന്ദര്യത്തിൽ ഞാൻ പിന്നിലായേക്കാം, എന്നാൽ എന്റെ പാൽ കൊണ്ട് അനേകർക്ക് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്തെ സൗന്ദര്യത്തെ നോക്കാതെ എന്റെ അകത്തെ സൗന്ദര്യത്തെ നോക്കൂ. അങ്ങനെ എന്റെ സൗന്ദര്യത്തെയും കഴിവിനെയും കണ്ട് എന്നെ തെരഞ്ഞെടുത്ത ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് എന്നെ മെനഞ്ഞ എന്റെ ദൈവമാണ്. സംസാരശേഷിയില്ലാത്ത എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞ ചരിത്രവും എനിക്കുണ്ട്. ബിലയാമിനെ നിങ്ങൾക്കറിയോ? മോവാബ് രാജാവിന്റെ മകനായ ബാലാക്ക് ബിലയാമിനോട് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ എന്റെ ദൈവത്തിനത് ഇഷ്ടമല്ലായിരുന്നു. ഒടുവിൽ ബിലയാം യുദ്ധത്തിന് പുറപ്പെട്ടു പോയാൽ ദൈവം കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. അങ്ങനെ എന്റെ യജമാനൻ രാവിലെ എഴുന്നേറ്റു. എനിക്ക് കോപ്പിട്ടു. എന്റെ ദൈവത്തിന് അത്ര ഇഷ്ടമല്ലാത്തതിനാൽ എനിക്കും പോകാൻ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. യജമാനോ എന്റെ പുറത്തിരിക്കുകയായിരുന്നു. ഹോ, എന്നാ ഭാരമാ! ഭാരം ചുമന്ന് ചുമന്ന് എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാം. ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾക്ക് ഒരു മാന്യത ലഭിക്കും. ചില ജന്മങ്ങൾ അങ്ങനെയാന്നേ, ഭാരം ചുമക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവർ. നിങ്ങളതിൽ നിരാശപ്പെടേണ്ട. അതിനും ദൈവത്തിൽ നിന്നൊരു മാന്യതയുണ്ടെന്നേ. പെട്ടെന്ന് ഞാനൊരു കാഴ്ച കണ്ടു. എന്റെ ദൈവമേ, ഇതാ യഹോവയുടെ ഒരു ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നു. ഞാൻ പേടിച്ചെന്റെ ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ വഴിയിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ എന്നെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് യജമാനൻ എന്നെ അടിച്ചു. ഞാൻ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞാൻ ഞെരുക്കി. എനിക്ക് വീണ്ടും അടികിട്ടി. വേദന സഹിക്കുവാൻ കഴിയാതെ ഞാൻ യജമാനന്റെ കീഴെ കിടന്നു കളഞ്ഞു. കോപം കൊണ്ട് എന്നെ വീണ്ടും അടിച്ചു. എന്റെ ഹൃദയത്തിലെ വേദനയറിഞ്ഞ ദൈവം എന്റെ വായി തുറന്നു. ധൈര്യത്തോടെ ഞാൻ ചോദിച്ചു, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ എന്ത് ചെയ്തു? നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രയെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവനെ കൊന്നുകളയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ദൈവം അവന്റെ കണ്ണ് തുറപ്പിച്ചു. ദൂതനെ അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൂതനോട് അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ പോയിക്കൊള്ളാമെന്ന്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യരുത്. കുറെ തല്ല് കിട്ടിയാലെന്തേ? എന്റെ യജമാനൻ ദൈവസന്നിധിയിൽ ഒരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ അതിൽ സന്തോഷവാനാണ്. കഷ്ടമായാലും നഷ്ടമായാലും ഈ ലോകത്തിൽ ദൈവത്തിന്റെ ദാനമാണ് ഈ ജീവിതം. സന്തോഷത്തോടെ ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ പോലെ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് സന്തോഷപൂർവ്വം നിങ്ങളുടെ സ്വന്തം മടിയൻ.